everyone. SSC CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ കൂടെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ഈ എക്സാമിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന, അതായത് ബിഗിനിങ് ലെവലിൽ നിന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് പറയുന്ന വീഡിയോ ആണിത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശരിയായ സ്റ്റാർട്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യും. സോ മേ ബി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആദ്യത്തെ ഒരു 7 days അല്ലെങ്കിൽ ഒരു 10 daysൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ബാക്കിയുള്ള ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഡീമോട്ടിവേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി എങ്ങനെ നല്ല ഗൈഡൻസോടുകൂടി റൈറ്റ് ട്രാക്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ഒപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഈ ബിഗിനർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അവർ അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമിലർ ആണ്. കാരണം നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ലോസ്റ്റ് ഫീലിംഗ് ആയിരിക്കും. എവിടെ തുടങ്ങണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്താ ഞാൻ ചെയ്യുന്നത് പോലും എന്ന് നമുക്ക് അറിയില്ല. സോ ആ ഒരു രീതിയിലുള്ളൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയയിലായിരിക്കും നമ്മളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഇപ്പം ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി ഒരാളുടെ, ഒരു ഫേമസ് ഓത്തറിൻ്റെ ഒരു ബുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാകും. ഇപ്പം അങ്ങനെയല്ല അല്ലേ. ഇപ്പം നമുക്ക് ഒരുപാട് ബുക്കുകളുണ്ട്, പിന്നെ ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് റിസോഴ്സസ് വരുന്നത് കാരണം തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനും കൂടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമുക്കൊരു പ്രോപ്പർ ഐഡിയ കൺക്ലൂഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നും ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം അങ്ങ് സ്ലിപ്പായി പോകും. സോ ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രിപ്പറേഷൻ ഈ മിസ്സായി കഴിഞ്ഞ ടൈം ഒന്ന് മാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ സ്പീഡാക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ കൂടും. സോ ഇതാണ് ഇവിടെ നമുക്ക് ബിഗിനറായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന നമ്പർ 1 പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഏത് ബുക്ക് വാങ്ങിക്കണം, ആരുടെ ക്ലാസ് ഫോളോ ചെയ്യണം എന്നായിരിക്കും അല്ലേ. നിങ്ങളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ വിചാരിക്കുന്നത് ഏത് ബുക്കാണ് നല്ലത്. നിങ്ങളുടെ നമ്മുടെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റാണ് ഏത് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ചാനലിൻ്റെ ക്ലാസ്സസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് അല്ലേ. അപ്പം ഇതല്ല നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. സോ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എനിക്ക് പറ്റിയ റിസോഴ്സ് ഏതാണ്. ചില ആൾക്കാർക്ക് ബുക്കിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. പക്ഷേ എന്നെപ്പോലെ എനിക്കൊക്കെ ബുക്കൊക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. കാരണം ഒരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മീഡിയം ഏതാണോ നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഹൗ ഷുഡ് യു പ്രിപ്പയർ എന്നതായിരിക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അല്ലാതെ ഏത് ബുക്ക് വാങ്ങിക്കണം, ഏത് ചാനൽ ഫോളോ ചെയ്യണം എന്നുള്ളതല്ല. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട്, നിങ്ങളിപ്പോൾ ഒരു SSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, എന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു 100 സ്ട്രാറ്റജി വീഡിയോയും ഒരു 10,000 ടെലഗ്രാമിൻ്റെ PDFസും കിട്ടും അല്ലേ. ഒത്തിരി കോച്ചിങ് മെറ്റീരിയൽസ് വരും. പിന്നെ പലരുടെയും സ്പോൺസേർഡ് ആയിട്ടുള്ള ബുക്ക് റെക്കമെൻഡേഷൻസിൻ്റെ വീഡിയോ കാണും, സ്പോൺസേർഡ് അല്ലാത്ത വീഡിയോ കാണും, മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് വരുന്നതുണ്ടാകും, മോക്ക് ടെസ്റ്റിൻ്റെ പാക്കേജുകൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം റിസോഴ്സസ് ഇല്ല എന്നുള്ളതല്ല, റിസോഴ്സസ് കൂടുതലാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര ബുക്സ് വാങ്ങിച്ചു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ദിവസവും 5 സ്ട്രാറ്റജി വീഡിയോ കണ്ടു എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾക്ക് റാങ്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ SSC CGLൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനിവിടെ കൺസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന വാക്ക് എടുത്ത് പറയുകയാണ്. എന്താണ് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ഥിരമായ അല്ലെങ്കിൽ അച്ചടക്കത്തോടെയുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള
സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അതായത് ഒരു ദിവസം പോലും മുടക്കാതെ, മേ ബി എല്ലാ ദിവസവും നിങ്ങൾ 5 മണിക്കൂർ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ആ ഡെയിലി 2 hours എന്നുള്ളത് ഒരു ദിവസം പോലും മുടക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രിപ്പറേഷനെയാണ് നമ്മളിവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ചാനലിൻ്റെയും യൂട്യൂബിൻ്റെയും PDFs-ൻ്റെയും ഒക്കെ പുറകെ പോകുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ എക്സാം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ്? സോ ബേസിക്കലി ഇവിടെ SSC CGL എക്സാമിന് 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നും തുല്യ വെയിറ്റേജ് ആണ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരിക. ഫോർ എക്സാമ്പിൾ, ഈ റീസണിങ്ങിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ്, ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 25 ആണ്, മറ്റത് 2 നിന്നും 25 ഈച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കുക. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 മാർക്കാണ്. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ 1 question ക്യാരീസ് ഇവിടെ 2 മാർക്സ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ്. അപ്പോൾ ഇത് കറക്റ്റ് ആയാൽ കിട്ടുന്ന മാർക്കാണ് 2 മാർക്സ് എന്ന് പറയുന്നത്. ഇത് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.5 മാർക്സ് അവിടെ നിന്നും നഷ്ടപ്പെടും. അതായത് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ 2 മാർക്കും, തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1/2 മാർക്കുമാണ് പോകുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത് ആണ് നിങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ. ഇനി അടുത്തതായിട്ട് ബിഗിനറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഫെയിൽ ചെയ്യുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് പഠിക്കണം എന്ന് നമ്മൾ അറിയില്ല. അതിന് പകരം നമ്മളെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് ഒന്ന് അവിടെ ഇവിടെയും തൊട്ടങ്ങ് പോകും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ റീസണിങ്ങിൽ നിന്നൊരു ടോപ്പിക് എടുത്തു, ജനറൽ അവയർനെസ്സിൽ നിന്നെടുത്തു, ഇംഗ്ലീഷിൽ നിന്നെടുത്തു, മാത്സിൽ നിന്നെടുത്തു. ഇത് മുഴുവൻ നിങ്ങളൊരു ബിഗിനറായ സ്ഥിതിക്ക് ഇത് മുഴുവൻ നിങ്ങൾക്ക് ഒറ്റ ദിവസത്തിൽ തീർക്കാൻ പറ്റുമോ? അല്ല, വേണ്ട. ഒരു ദിവസത്തിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ? ഇപ്പോൾ മാത്സിൽ നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എടുത്തു, ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തീരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ജസ്റ്റ് 2 നോക്കും, ഈ ടൈപ്പ് 2 നോക്കും. അങ്ങനെ അവിടെ ഇവിടെയും തൊട്ട് നമുക്ക് ഒരു ഡെപ്തിലുള്ള ഒരു നോളജും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഷെഡ്യൂൾ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പഠിക്കണം. സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് എഴുതി സോൾവ് ചെയ്യുന്ന രീതിയല്ല ഞാൻ പറയണത്. നിങ്ങൾ ഓരോ ടോപ്പിക്കും എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നും ഇതുപോലത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും അത് സോൾവ് ചെയ്യാൻ, അതിനെ നേരിടാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ക്ലിയർ? സോ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ഡെപ്ത് ഇല്ലാതെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെ സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അവിടെ ഇവിടെയും തൊട്ട് ഡെപ്ത് ഇല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സോ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ 4 സബ്ജക്റ്റുകളിൽ ഹാർഡസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, മാത്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, അത് ഫോർമുലാസ് ഉണ്ട്, ഷോർട്ട് കട്ട്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്താൻ സമയമെടുക്കും. ഇപ്പോൾ നിങ്ങൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മാത്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതേസമയം ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സമയമെടുക്കും, പക്ഷേ നിങ്ങൾ അവിടെ ഇടേണ്ട എഫേർട്ട് കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ ക്യാപിറ്റൽസും സ്റ്റേറ്റ്സും പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നിങ്ങൾ പഠിക്കുകയാണ്. ഇതൊന്നും, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. സോ നിങ്ങൾ വെറുതെ നടക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സസ് കേട്ടുകൊണ്ട് ഇയർഫോൺസ് വെച്ച് കേട്ടാലും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. പക്ഷേ മാത്സിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് മാത്സ് കേട്ട് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, ചെയ്ത് പഠിച്ച് നിങ്ങളൊന്ന് റെഡി ആയി കഴിയുമ്പോൾ ഷോർട്ട് കട്ട്സും അപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള സ്പീഡ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ടെക്നിക്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ബാക്കി സബ്ജക്റ്റുകൾ, ഇപ്പോൾ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ, റീസണിങ്ങും മാത്സിനും നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ വേണം. കേട്ട് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയം വേണം. സോ ഐ വുഡ് സേ, എൻ്റെ സജഷൻ ഇതാണ്, നിങ്ങൾ മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം മറ്റതുപോലെ അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ എഫേർട്ട് നിങ്ങളിവിടെ ഇടേണ്ടി വരും.
ക്ലിയർ? ഇനി എത്ര ഷോർട്ട് കട്ട്സ് പഠിച്ചാലും എല്ലാ ക്വസ്റ്റ്യൻസും ഷോർട്ട് കട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. മാത്സിൽ ഇപ്പോൾ ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസിൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് എങ്കിലും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഓക്കെ ഇത് ടൈം എടുക്കും, ഇത്ര സമയമാണ് ഇതിന് വേണ്ടി വരിക എന്നുള്ളൊരു ഏകദേശം ഐഡിയയും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതിനൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടണം. ക്ലിയർ? സോ ഇംഗ്ലീഷ് ആൻഡ് ജി കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ നിങ്ങളോട് പറയണത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പഠിക്കാൻ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ടുകൾ കുറവാണ്. അവിടെ ഇംഗ്ലീഷും ജി കെയും പഠിക്കാൻ നിങ്ങൾക്കൊരു ടേബിളും ചെയറും വേണമെന്നില്ല, നിങ്ങൾക്ക് ഒരു പെൻ ആൻഡ് പേപ്പർ വേണമെന്നില്ല. നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും. പക്ഷേ മാത്സും റീസണിങ്ങും അങ്ങനെയല്ല, ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ടാണ് മാത്സും റീസണിങ്ങും പഠിക്കാനായിട്ട് കൂടുതൽ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈം ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അതേസമയം നിങ്ങളിപ്പോൾ വെറുതെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇയർഫോൺസിൽ വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സസ് ജനറൽ അവയർനെസ്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ റൂൾസിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് പതിയും. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 4 സബ്ജക്റ്റുകളിൽ ഏത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചാടിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ബേസിക് കോൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കണം. ക്ലിയർ? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാത്സിൽ ചില ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു. ആ ഒരു ടോപ്പിക്കിന് മറ്റൊരുപാട് ടോപ്പിക്കുകളിലേക്ക് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അറിയാതെ നിങ്ങൾക്ക് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. മിക്സ്ചർ ആൻഡ് ആലിഗേഷനിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇതിലൊക്കെ റേഷ്യോ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ആവറേജ് എന്താണ് എന്നറിയാതെ നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. വെയ്റ്റഡ് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഇൻ്റർ റിലേറ്റഡ് ആണ്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ അടിത്തറ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി വരുന്ന ടോപ്പിക്കുകളിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അത്രയും സമയം നമുക്ക് എക്സാം ഹാളിൽ സ്പെൻഡ് ചെയ്യാനല്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ? അപ്പോൾ ഇവിടെ കാണുന്ന ഈ ടോപ്പിക്കുകൾ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ മാത്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, പ്രോഫിറ്റ്, ലോസ്, ഈ ടോപ്പിക്കുകൾ പഠിച്ചാൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം പഠിച്ചിട്ട് പോകാൻ. ഇനി അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം റെഫർ ചെയ്യുക. കാരണം നിങ്ങളിപ്പം പഠിക്കുന്നത് ഏതെങ്കിലും ഒക്കെ റിസോഴ്സസിൽ നിന്നായിരിക്കും, യൂട്യൂബിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ബുക്സിൽ നിന്നായിരിക്കും. പക്ഷേ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും SSCയുടെ CGL എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഡിഫറൻസ് ഉണ്ട്. SSCയുടെ CGL എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയാൻ CGL എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ റെഫർ ചെയ്താൽ മതി. മിനിമം ഒരു 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരിക്കണം. 10 ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെയെങ്കിലും മിനിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം SSCയുടെ ചോദ്യങ്ങൾ ഒരുപാട് പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ നിങ്ങൾക്ക് പാറ്റേൺ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാവാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കട്ട് ഓഫ് കടന്നു പോകണം. സോ ഔട്ട് ഓഫ് 200 മാർക്സിൽ ഒരു 170+ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 170ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 30 മാർക്സ്, അതായത് ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ വിടാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്നാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാം ഹാളിൽ. പക്ഷേ അത് ആക്ച്വലി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവണം. സോ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമാണ് ക്വസ്റ്റ്യൻസിൻ്റെ വരുന്ന അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യണോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എക്സാമിന് വരുള്ളൂ എന്നും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിലേക്കാളും കൂടുതൽ ഡിഫിക്കൽട്ടി, ഹയർ ലെവൽ ഡിഫിക്കൽട്ടി വരുന്ന ക്വസ്റ്റ്യൻസ് വരില്ല. സോ ഇത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെയാണ് വരുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസും നമുക്ക് കിട്ടും. സോ അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്.
ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു റുട്ടീൻ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. അപ്പോൾ എന്താ ഈ റുട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കംഫർട്ടബിൾ ആക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര എനർജി ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ 5 hours പഠിച്ചു, നാളെ പക്ഷേ ടയർഡാണ്, പഠിച്ചില്ല, മറ്റന്നാളും പഠിച്ചില്ല, അതിൻ്റെ പിറ്റത്തെ ദിവസം വീണ്ടും ഒരു 10 hours പഠിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്ത ആഴ്ച ഞാൻ 2 ദിവസം ഞാൻ ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ എനർജറ്റിക് ആയിരിക്കും, പിന്നത്തെ 3 ദിവസം ഞാൻ ഡൗൺ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇച്ചിരി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴേക്കും അയ്യോ ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇത്രയും നമുക്കില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രിപ്പറേഷൻ്റെ ക്വാളിറ്റീനെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്പൈക്കുകളിൽ പഠിക്കരുത്. അതായത് ഇന്ന് ഒരു 5 hours പഠിച്ചു, ഇനി അടുത്ത ദിവസത്തേക്ക് ഒന്നുമില്ല, പിന്നെ ഒരു 10 hour, പിന്നെ ഒന്നുമില്ല, പിന്നത്തെ ദിവസം ഒരു 3 മണിക്കൂർ, ഇങ്ങനെ സ്പൈക്കുകളിൽ നിങ്ങളുടെ എനർജി ബൂസ്റ്റിനനുസരിച്ച് ഓക്കെ യെസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും നല്ലത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ചിലപ്പം ഇന്ന് 2 hours, നാളെ 2.5, മറ്റന്നാൾ ചിലപ്പോൾ 1.5 ആയിരിക്കും. ആ രീതിയിൽ ഡെയിലി നിങ്ങൾ പഠിച്ച് തന്നെ പോവാം. കാരണം അങ്ങനെയുള്ള പാറ്റേൺസ് നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യും. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാറ്റേൺസിൽ ഭയങ്കര കംഫർട്ടബിൾ ആവുന്ന ഒരു ബ്രെയിനാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര പഠിച്ചു, അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ 10 ദിവസം ഞാൻ ഒരു 2.5 hours വെച്ച് ഡെയിലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത്രയും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇല്ല, ഞാൻ ഡെയിലി പഠിക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. സോ നിങ്ങളെ തന്നെ കംഫർട്ടബിൾ ആക്കുക, ആ കംഫർട്ടിലിരുന്ന് നിങ്ങൾ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്പൈക്കുകളിൽ യെസ് ചില സമയത്ത് ഹയർ എനർജി ഉള്ള സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ അതിനെ നിങ്ങളുടെ ഒരു ശീലമാക്കുകയല്ല, അതിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്, നിങ്ങളുടെ കൺസിസ്റ്റൻസിനെ ആയിരിക്കണം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വീണ്ടും മൾട്ടിപ്പിൾ വേസിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 2.5 hours പറഞ്ഞു, അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം മാത്സും റീസണിങ്ങും പഠിക്കാം, ഡേ 2 നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും പഠിക്കാം. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൺസിസ്റ്റൻസി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ഒരിക്കലും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ക്ലിയർ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിമിറ്റഡ് റിസോഴ്സസിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലേ, പല ബുക്കുകൾ, പല സ്ട്രാറ്റജീസ്, ഒരുപാട് മെറ്റീരിയൽസ്, പല ഷോർട്ട് കട്ട്സ്, പല വീഡിയോസ്, ഇതൊക്കെ കണ്ടു തീർത്ത് നമ്മൾ എപ്പോൾ പഠിക്കും അല്ലേ? അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ഒരു 1 or 2 days നിങ്ങൾ റിസർച്ചിന് വേണ്ടി മാറ്റിവെക്കുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ഒരു ഡിസിഷനിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവണം. സോ ഒരുപാട് ബുക്സ് കളക്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അത് ചെയ്യുന്നതിന് പകരം ഒരു 2 days നിങ്ങൾ റിസർച്ച് ചെയ്യാം. എനിക്ക് പറ്റിയ എഡ്യൂക്കേറ്റർ ഏതാണ്, എനിക്ക് പറ്റിയ ബുക്ക് ഏതാണ്, അല്ലെങ്കിൽ ഞാൻ ബുക്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ, ആ കാര്യങ്ങൾ നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് ആ റുട്ടീനിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി മാറിപ്പോരുത്. പല ടീച്ചേഴ്സും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻസ് വേറെ ആയിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. പിന്നെ യെസ്, ബുക്കുകൾ ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക എനിമി അങ്ങനെ അല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ബുക്കുകൾ നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ കൂടുതൽ ബുക്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, സോ അപ്പോൾ ഒരു ഒറ്റ ബുക്ക് നല്ല ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്, കുറേ ബുക്കുകൾ അവിടെ ഇവിടെയും പഠിക്കുന്നതിനേക്കാൾ കൂടുതലും. ഇനി നിങ്ങൾക്ക് ബുക്സിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്സ് എടുത്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത് നിങ്ങൾ പ്രിപ്പറേഷൻ, നിങ്ങളുടെ കണ്ടൻറ്റ് പ്രിപ്പയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ് പറയണത്. ഇനി അതുകൊണ്ട് മാത്രമായില്ല, കോൺസെപ്റ്റ് ജസ്റ്റ് പഠിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലേ? ഇവിടെ നമുക്ക് ആനുവൽ എക്സാം പോലെയാണോ എക്സാം വരുന്നത്? അല്ല, ഇവിടെ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് നിങ്ങളുടെ റാങ്ക് നേടിത്തരുന്ന ഒരു എക്സാമാണ് SSCയുടെ എക്സാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകളും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ കോൺസെപ്റ്റിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടീസും കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും കാര്യത്തിൽ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസാണ് നിങ്ങളുടെ റാങ്ക് നേടിത്തരുന്നത്. നിങ്ങൾക്ക് എത്ര അറിവുണ്ട് എന്നുള്ളതല്ല, ആ അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാനായിട്ട് പറ്റുന്നു, ഇതാണ് നിങ്ങളുടെ റാങ്ക് കൊണ്ടുതരുന്നത്. ഓക്കെ, സോ കാരണം പ്രാക്ടീസ് ഇല്ലാത്ത കോൺസെപ്റ്റും കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അതിലും ഭേദം നിങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ്. അത്രയും സമയമെങ്കിലും പോവാതിരിക്കും.
ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. പല കുട്ടികളും മോക്ക് ടെസ്റ്റിനെ പറ്റി ആലോചിക്കുന്നത് എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റിൽ തന്നെ നമുക്ക് സെക്ഷണൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഫുൾ ലെങ്ത് വരുന്ന മോക്ക് ടെസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ നിങ്ങൾ റീസണിങ് എടുക്കുകയാണെങ്കിൽ അതിലത്തെ ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. ഫുൾ ലെങ്ത് ആണെങ്കിൽ മൊത്തം പേപ്പർ അതുപോലെ വരും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. ചില കേസസിൽ നിങ്ങൾ ഇനിയും പഠിക്കാത്ത ടോപ്പിക് ആയിരിക്കും, സാരമില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സിൽ നിന്നും എക്സാം പോലത്തെ പ്രഷർ വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? സോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 60% സിലബസ് ഏകദേശം കവർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ മോക്ക് ടെസ്റ്റിൻ്റെ ആ റിസൾട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടും യൂസ്ഫുൾ ആയിരിക്കില്ല. മോക്ക് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത എക്സാമിലേക്ക് അത് കറക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ കറക്ഷൻ വിൻഡോ നമുക്ക് കിട്ടില്ല ലാസ്റ്റ് മിനിറ്റ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ വരുന്നത്. സോ ആ ടൈപ്പ് ഓഫ് മിസ്റ്റേക്കുകൾ, ഇപ്പോൾ കോൺസെപ്റ്റിൽ വരുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. കെയർലെസ് മിസ്റ്റേക്ക് ആണെങ്കിൽ അടി കിട്ടാത്തതിൻ്റെ കുറവായിരിക്കും. ആൻഡ് സ്പീഡ് ബേസ്ഡ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വിചാരിച്ച സമയത്തിൽ തീർക്കാൻ പറ്റിയില്ല, ആ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതിനെ നമ്മൾ അങ്ങനെ കവർ ചെയ്ത് പോകണം. ക്ലിയർ? സോ അപ്പോൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ്സും നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇതിന് മുമ്പ് 2 മോക്ക് ടെസ്റ്റിന് മുമ്പ് ഈ ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 മോക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കിട്ടി. ആ രീതിയിൽ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് ഒരു കറക്റ്റായിട്ടുള്ള പ്രോഗ്രസ് ട്രാക്കർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ക്ലിയർ എല്ലാവർക്കും? സോ അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഇതൊരു മാരത്തോൺ റേസാണ്. ഇപ്പം ഇന്ന് ഓടി അവിടെ നാളെ എത്തുന്ന രീതിയിലുള്ളൊരു റേസല്ല. SSCയുടെ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ, അതിപ്പം ഏത് ഗവൺമെൻറ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും ഇതൊരു മാരത്തോൺ റേസാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ മാരത്തോൺ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ വേണം, അല്ലേ? ആ എനർജി വേണം. സോ പ്രോഗ്രസ് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ചിലപ്പം വിസിബിൾ ആയിരിക്കണം എന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫ്യൂവൽ വേണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ കൂടെ വരണം. സോ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയുമാണ് ഏത് എക്സാമിനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, പല കോട്ടുകളിലും ഞാൻ വായിച്ചിട്ടുണ്ട്, ടാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ കൂടുതലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് സക്സസ്സിന് സാധ്യത കൂടുതൽ വരുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പം ചെറിയ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും, പക്ഷേ സ്റ്റിൽ ഓൾ ദാറ്റ് മാറ്റർ. കാരണം ഇതൊരു മാരത്തോൺ റേസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇനി ബിഗിനേഴ്സാണ് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എനിക്ക് ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ലേറ്റായിപ്പോയി, ഇത് എപ്പോഴോ തുടങ്ങേണ്ടതായിരുന്നു, ഞാൻ എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ നോക്കുക, അപ്പം പണ്ടത്തെക്കാളും ഇപ്പം വേൾഡ് ഓരോ ദിവസവും കൂടുമ്പോഴേക്കും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് നിങ്ങളെക്കാൾ മുമ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരെക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്കിവിടെ കിട്ടും. നമ്മൾ എന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതല്ല, ഏത് സ്ട്രാറ്റജിയിലാണ് നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയയിലാണോ പ്ലാനിലാണോ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാണ്, നിങ്ങളുടെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഡിസിപ്ലിനിലാണ്. അപ്പോൾ മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, പക്ഷേ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ട് ജസ്റ്റ് ഒന്ന് ഹൈ ആയി കഴിയുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല. ഡെയിലി നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടോളൂ മോട്ടിവേറ്റഡ് ആകാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പഠനം സ്പൈക്കുകളിൽ പോകരുത്, ഇങ്ങനെ പോയി ഇങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ ആവരുത്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. ക്ലിയർ? കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെയിലി എഫേർട്സിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? സോ അപ്പോൾ റുട്ടീനിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ കൺസിസ്റ്റൻസിയിലും നിങ്ങളുടെ ഡിസിപ്ലിനിലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് റാങ്ക് കൊണ്ടുവരുന്ന കാര്യം. ക്ലിയർ?
അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് SSC CGL എക്സാമിന് ബിഗിനേഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ എൻട്രി ആപ്പിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വീഡിയോസ് കണ്ട് പഠിക്കാനാണ്. അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് എടുത്ത് തരുന്നുണ്ട് എൻട്രി ആപ്പിൽ. കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, ഷോർട്ട് കട്ട്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എത്ര സമയം എടുത്തു സോൾവ് ചെയ്യാൻ എന്നതടക്കം ഒരു AI പ്രോഗ്രസ് ട്രാക്കറോട് കൂടിയാണ് മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ലൈവായിട്ടാണ് നടക്കുന്നത്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. അങ്ങനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ അത് SSCയുടെ എക്സാംസിന് മാത്രമല്ല, SSCയുടെയും ബാങ്കിൻ്റെയും റെയിൽവേയുടെയും ഒക്കെ എക്സാംസിന് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനും ഈ പ്ലാൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണം, സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ട് ഇടും. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തവണ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.